ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഏറ്റവും പുതിയൊരു ജോബ് ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നീ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. 2020 എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. ഇതിൻ്റെ സബ്മിഷൻ ഓൺലൈൻ വഴി സ്റ്റാർട്ട് ചെയ്തത് 1/10/2020. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/10/2020. പക്ഷേ ഇത് ഓഫ്ലൈൻ മോഡ് വഴി ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 3/11/2020. ഇനി ഏതൊക്കെ ഓർഗനൈസേഷനാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ BRO ബോർഡ് റോഡ് ഓർഗനൈസേഷനിലേക്ക് ജൂനിയർ എഞ്ചിനീയർ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ വിളിച്ചിട്ടുണ്ട്. PWD സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സെയിം സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നീ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി, വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനും ഈ 3 തസ്തികയിലേക്കും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTROയും ജൂനിയർ എഞ്ചിനീയറിൽ, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേക്കൻസികളെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റീജിയൻ അനുസരിച്ച് വേക്കൻസികൾ കൂടാം എന്നാണ് പറയുന്നത്. പിന്നെ നാഷണാലിറ്റി, ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് എ നേപ്പാൾ, സബ്ജക്റ്റ് ഓഫ് എ ഭൂട്ടാൻ, സബ്ജക്റ്റ് ഓഫ് എ ടിബറ്റൻ എന്നീ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കുള്ളത്. അതിപ്പം ബോർഡ് റോഡ് ഓർഗനൈസേഷൻ ജൂനിയർ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ 30 വയസ്സാണ് പറയുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് PWDയിലേക്ക് പറയുന്നതിന് ജൂനിയർ എഞ്ചിനീയർ, മെക്കാനിക്കലും സിവിൽ എഞ്ചിനീയറും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്കുമുള്ള ഏജ് ലിമിറ്റ് 32 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ വാട്ടർ കമ്മീഷൻ ജൂനിയറിൽ, സിവിൽ എഞ്ചിനീയറിൽ 32 വയസ്സ് പറയുന്നുണ്ട്. അതായത് ചിലതിൻ്റെ അകത്ത് 30 വയസ്സും പറയുന്നുണ്ട്, ചിലതിൻ്റെ അകത്ത് 32 വയസ്സുമാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിൽ പറയുന്നത് 30 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. അതുപോലെ തന്നെ SC, ST, OBC, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നീ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മൾ വരുന്ന എക്സാമിന് വരുന്ന പോലെ തന്നെ ഏജ് റിലാക്സേഷനും ഉണ്ടാകുന്നതാണ്. എക്സ് സർവീസ്, മിലിറ്ററി അങ്ങനെയുള്ളവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ സിവിൽ, ബോർഡ് റോഡ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയർ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ ബോർഡ്. അതുമല്ലെങ്കിൽ 2 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ പ്ലാനിംഗ്, എക്സെക്ഷൻ, മെയിൻ്റെനൻസ് ഓഫ് സിവിൽ എഞ്ചിനീയർ വർക്ക്സ് എന്നീ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും, അതായത് സിവിൽ എഞ്ചിനീയറിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അത് കൂടെ തന്നെ 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ബോർഡ് റോഡ് ഓർഗനൈസേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് അയക്കാൻ. അതുപോലെ തന്നെ ബോർഡ് റോഡ് ഓർഗനൈസേഷനിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലും മെക്കാനിക്കലും പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഡ്യൂക്കേഷൻ ഉള്ളവർക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. PWDയിലേക്കാണെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. PWDയിൽ തന്നെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും വിളിച്ചിട്ടുണ്ട്. അതും എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറോ അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ചിലതിൻ്റെ അകത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കുറഞ്ഞത് വേണമെന്ന് പറയുന്നത്. ചിലതിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. ഫ്രഷേഴ്സിനും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവാം. ഞാൻ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമായിരിക്കും. അപ്ലൈ ചെയ്യേണ്ട മോഡ് എന്ന് പറയുന്നത് നമ്മൾ SSC.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. 2 രീതിയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ്. ഒന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യേണ്ട വിഭാഗം, രണ്ടാമത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സും സിഗ്നേച്ചറും ആഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്. ആ 2 രീതിയിൽ വെച്ചിട്ട് 30/10/2020 ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ മോഡ് ചെല്ലാൻ മാത്രം ജനറേറ്റ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് ലാസ്റ്റ് ചെയ്യേണ്ടത് 3/11/2020. അപ്പം ഇതാണ്
ടൈം ഡ്യൂറേഷൻ, പിന്നെ നമ്മൾ പാർട്ട് 2 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫോട്ടോയുടെ സൈസും സിഗ്നേച്ചറിൻ്റെ സൈസും എല്ലാം ഇത്ര വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതെല്ലാം നോക്കി അതോടുകൂടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫീ ഓഫ് പേയബിൾ എന്ന് പറയുന്നത് ചെല്ലാൻ ജനറേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ വുമൺ കാൻഡിഡേറ്റിനും SC ST OBC പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നിവയുള്ളവർക്ക് ഫീസ് അടയ്ക്കേണ്ട, അവർക്ക് ഫീസ് ഇളവുണ്ട്, 100 രൂപ അടയ്ക്കേണ്ട കേസില്ല. അങ്ങനെയുള്ളവർക്ക് 30/10/2020 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അയക്കേണ്ട കാര്യമില്ല. പിന്നെ സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ വരുന്നുണ്ട്, ആൻഡമാൻ നിക്കോബാർ ലൊക്കേഷനുണ്ട്, ഒഡീഷയിൽ ലൊക്കേഷനുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, കർണാടകയിലുണ്ട്. എല്ലാ റീജിയനിലും നമുക്ക് അപ്ലൈ സെൻറ്റർ ഓഫ് എക്സാമിനേഷന് വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പേപ്പർ 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതിൻ്റെ അകത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 50 മാർക്കായിരിക്കും, 2 മണിക്കൂറായിരിക്കും അതിൻ്റെ ടൈം ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിലബസ് പേപ്പർ 1 സിലബസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവെയർനെസ്. അതിൽ തന്നെ ഡിവൈഡ് ചെയ്ത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്നിങ്ങനെയുണ്ട്. അതിൽ വരുന്നത് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിന് സിവിൽ സ്ട്രക്ചർ ഉണ്ടാവാം, ജനറൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവാം, ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഉണ്ടാകും, ഇലക്ട്രിക്കൽ ഉണ്ടാകും, എന്നിങ്ങനെയായിരിക്കും. അത് 100 മാർക്കിനായിരിക്കും അതിൻ്റെ വരുന്നത്. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ഓഫ് എക്സാമിനേഷനാണ്. പാർട്ട് 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്, അത് റിട്ടൺ എക്സാമാണ്. അതിൽ തന്നെ പാർട്ട് A, B, C എന്ന് തരംതിരിവുകളുണ്ട്. അതിൽ പാർട്ട് A ജനറൽ എഞ്ചിനീയറിംഗ് ആണ്, സിവിൽ ആൻഡ് സ്ട്രക്ചറൽ. പാർട്ട് B ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലും, പാർട്ട് C മെക്കാനിക്കലുമാണ്. 300 മാർക്കാണ് അതിൻ്റെ ആൻസർ. 2 മണിക്കൂറാണ്, 2 മണിക്കൂറും 40 മിനിറ്റുമാണ് അതിൻ്റെ അകത്ത് നമുക്ക് എക്സാമിനേഷൻ ടൈം. 40 മിനിറ്റ് റിലാക്സേഷൻ ടൈം, 2 മണിക്കൂറാണ് എക്സാം ചെയ്യേണ്ട ടൈം. അപ്പോൾ പാർട്ട് A, പാർട്ട് B എന്ന് പറയുന്ന 2 കാറ്റഗറി ഓഫ് എക്സാമിനേഷനാണ് നടത്തുന്നത്. അപ്പം അതിൻ്റെ സിലബസും ഡീറ്റെയിൽസും എല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പാർട്ട് എയിൽ എന്തൊക്കെ സിലബസാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. പാർട്ട് ബിയിലും പേപ്പർ 1, പേപ്പർ 2 എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്നുള്ളത് ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാവുന്നതാണ്. അപ്പം SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നീ തസ്തികയിലേക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസികളാണ് ഇപ്പം നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇപ്പം 30/10/2020 ഓൺലൈൻ വഴി അപേക്ഷിക്കുക, അതാണ് ലാസ്റ്റ് ഡേറ്റ്. ഓഫ്ലൈൻ 3/11/2020 അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇതിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ, ഈ ഒരു വിജ്ഞാപനം നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.